തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായിട്ട് കൊല്ലത്തുണ്ടായിരുന്നു മുഖ്യമന്ത്രി. അതിനുശേഷം മുഖ്യമന്ത്രി അവിടെ വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി. വാർത്താ സമ്മേളനം കൊല്ലത്ത് വെച്ചായിരുന്നു. അതേസമയം അതിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം മാധ്യമപ്രവർത്തകരോടായിട്ട് പൊതുവായിട്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തോട് ചോദ്യം ഉന്നയിക്കാനുള്ള സമയമുണ്ടായിരുന്നു. അവിടെ ചോദ്യം ഉന്നയിച്ചതിൽ ആകെ 3 ചോദ്യങ്ങൾ മാത്രമാണ് ഉണ്ടായത്. 2 എണ്ണം കൈരളിയിൽ നിന്നുള്ളതും ഒരെണ്ണം ദേശാഭിമാനിയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരിൽ നിന്നുള്ള ചോദ്യമായിരുന്നു. ഈ ചോദ്യങ്ങൾക്ക് ശേഷം വീണ്ടും ചോദ്യങ്ങൾ ഉയർന്നെങ്കിലും അദ്ദേഹം സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് പോവുകയായിരുന്നു. ആ സമയത്ത് അക്കൂട്ടത്തിലുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരിൽ ഒരാൾ എഴുന്നേറ്റ് നിന്ന് മുഖ്യമന്ത്രിയോടായി പറയുന്നുണ്ട്, ബാക്കിയുള്ള ചോദ്യങ്ങൾക്ക് കൂടിയിട്ട് മറുപടി തരണ്ടേ, ഞങ്ങൾ കുറേ നേരമായി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കൈരളിയുടെയും ദേശാഭിമാനിയുടെയും മാധ്യമപ്രവർത്തകർക്ക് മാത്രം മറുപടി പറയാൻ മാത്രമല്ലല്ലോ CM ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജോൺ ബ്രിട്ടാസ് അടക്കം പറയുകയുണ്ടായി ഏറ്റവും കൂടുതൽ വാർത്താ സമ്മേളനങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന മുഖ്യമന്ത്രിയാണെന്ന്. അപ്പോൾ അത്ര ഒരു മറുപടി താങ്കൾ തരേണ്ടതല്ലേ എന്ന്. ഇത് കേട്ടിട്ട് പോവുകയായിരുന്ന പിണറായി വിജയൻ തിരിഞ്ഞു നിൽക്കുകയും തിരികെ ഇങ്ങോട്ട് വരികയും അതിനുശേഷം പറയുകയും ചെയ്തു, ചോദ്യങ്ങൾ മനസ്സിലുണ്ടായാൽ പോരെ, ചോദിക്കണമെന്നാണ് മറുപടി കൊടുത്തത്. പക്ഷേ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരൊക്കെ കരുതിയത് ബാക്കിയുള്ള ചോദ്യങ്ങളെ അദ്ദേഹം നേരിടുമെന്നും മറുപടി കൊടുക്കുമെന്നുമായിരുന്നു. എന്നാൽ ഇത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം തിരികെ പോവുകയാണ് ഉണ്ടായത്. ഈ വിഷയത്തിലേക്കാണ് ആദ്യം. ദിവസം ഇവ വാർത്താ സമ്മേളനവും അതിനുശേഷം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകളും കണ്ടല്ലോ. അത്തരം ചോദ്യങ്ങൾ ചോദിക്കപ്പെടേണ്ടതും അതിന് മറുപടി കൊടുക്കേണ്ടതും മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വമാണ്. പക്ഷേ സമീപകാലത്തായുള്ള ചില വാർത്താ സമ്മേളനങ്ങളിൽ നിന്ന് ഇത്തരം പരാതികൾ ഉയരുന്നുണ്ട്. അദ്ദേഹത്തിനോട് സെലക്റ്റീവായിട്ട് കുറച്ച് മാധ്യമപ്രവർത്തകർ മാത്രം ചോദ്യങ്ങൾ ചോദിക്കുകയും അതിനുശേഷം അദ്ദേഹം സമയം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് പോവുകയും ചെയ്യുന്നു. ഇതിന്ന് ചോദ്യം ചെയ്യപ്പെടുകയുണ്ടായി വലിയ രീതിയിൽ. അതിൻ്റെ വീഡിയോ വലിയ രീതിയിൽ വൈറലാവുകയും ചെയ്യുന്നു. ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാർത്താ സമ്മേളനങ്ങളിൽ ഏറ്റവും എന്താ പറയുക, ശബ്ദമുള്ള ലെജിബിളായിട്ടുള്ള വാക്ക് ഏതാണെന്ന് വെച്ചാൽ ശരി, എന്നാൽ ശരി എന്നുള്ളതായിരിക്കും. പിന്നെ അദ്ദേഹം അതങ്ങോട്ട് അവസാനിപ്പിക്കും. അത് അദ്ദേഹം കണ്ടൊരു സമയമുണ്ടാവും, ആ സമയം ശരി, ഇനിയില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. നമ്മൾ പലതവണ കണ്ടാണ്. അപ്പോൾ അത് ഈ CPMൻ്റെ മീഡിയ മാനേജ്മെൻറ്റ് നമ്മൾ കാണും. മീഡിയ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ പ്രസ് കമ്മ്യൂണിക്കെ ഇറക്കുക, ഇൻ്റർവ്യൂസ്, ഇതൊന്നും മാത്രമല്ല. CPM മീഡിയ മാനേജ്മെൻറ്റിൽ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ് പത്രസമ്മേളനങ്ങൾ മാനേജ് ചെയ്യുക എന്നുള്ളത്. ആരുടെ പത്രസമ്മേളനം? നമ്മുടെ നേതാക്കന്മാരുടെ പത്രസമ്മേളനം മാത്രമല്ല, അപ്പുറത്തെ നേതാക്കന്മാരുടെ പത്രസമ്മേളനം വരെ മാനേജ് ചെയ്യും. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈരളി, ദേശാഭിമാനി 2 മാധ്യമ സ്ഥാപനങ്ങൾ അവർക്കുണ്ട്. ഇതിൽ നിന്ന് ഒന്നിലധികം റിപ്പോർട്ടർമാരുണ്ടാവും. ഇന്നിപ്പോൾ എത്ര പേരുണ്ടായിരുന്നു പറഞ്ഞാൽ ഈ 3 ചോദ്യങ്ങളാണ് ഈ 2 ടീമിലായിട്ട് 6 ആളുകൾ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ ഇപ്പോൾ VD സതീശൻ്റെ വാർത്താ സമ്മേളനം നടക്കുകയാണ്. കൈരളിയിൽ നിന്ന് 2-3 ആളുകളുണ്ടാവും, ദേശാഭിമാനിയിൽ നിന്ന് 2-3 ആളുകളുണ്ടാവും. അവരുടെ പണി എന്താണ്? ഇദ്ദേഹത്തിൻ്റെ ഓപ്പണിംഗ് റിമാർക്സ് അവസാനിപ്പിച്ച ഉടനെ എന്ത് ചെയ്യുകയാണ്? ചോദ്യങ്ങളുടെ ഒരു പ്രളയം സൃഷ്ടി, ഹോസ്റ്റൈലായിട്ടുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കും. VD സതീശൻ്റെ പത്രസമ്മേളനങ്ങൾ ശ്രദ്ധിക്കും. VD സതീശൻ എന്ന് പറയുന്ന മനുഷ്യൻ എപ്പോഴും വളരെ എന്താ പറയുക, ഡിസ്റ്റേബ്ഡായിട്ട്, കൈൻഡ് ഓഫ് അനോയിഡായിട്ട് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന VD സതീശൻ നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാണെന്നറിയോ? അതിങ്ങനെ ഈ ഹോസ്റ്റൈലായിട്ട് ചോദ്യങ്ങൾ ഇങ്ങനെ മിസൈൽ കണക്കെ വരികയാണ്. അതെങ്ങനെയാണ് വരുന്നത്? അതൊരു കൊറിയോഗ്രാഫ്ഡാണ്, അത് പ്ലാൻ ചെയ്യുന്നതാണ്. ഈ കൈരളിയിൽ നിന്നും ദേശാഭിമാനിയിൽ നിന്നും വന്നിട്ടുള്ള 2, 3, 4, 5 മാധ്യമപ്രവർത്തകരുണ്ടാവും. അവർ ഈ നിലക്കുള്ള ഹോസ്റ്റൈൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനോട് ഇങ്ങനെ ഒരു ചിലപ്പോൾ കയർക്കുന്ന സ്വഭാവത്തിൽ മറുപടി പറയുകയല്ലാതെ വഴിയില്ലാത്ത വിധം ആരെ മാറ്റും? VD സതീശന് മാറ്റും. അതിലൂടെ സൃഷ്ടിക്കപ്പെടുന്നതെന്ന് അറിയോ? ഇത് ടെലിവൈസ്ഡ് ആണല്ലോ, എല്ലാം ദൃശ്യങ്ങളുടെ കമ്മ്യൂണിക്കേഷനാണല്ലോ. VD സതീശൻ എന്ന് പറഞ്ഞ ലീഡർ ആരാണ്? എപ്പോഴും ഡിസ്റ്റേബ്ഡായിട്ടുള്ള, അനോയിഡായിട്ടുള്ള, ഇങ്ങനെ വിരളി പിടിച്ച് നിൽക്കുന്ന, ഇങ്ങനെ കർശന സ്വഭാവത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലീഡർ എന്ന് പറയുന്ന ഒരു ഇമേജ് പുറത്തേക്ക് കൊടുക്കുക എന്നുള്ള ഒരു ഗംഭീരമായുള്ളൊരു സ്ട്രാറ്റജിയാണ് CPM സ്വീകരിക്കുന്നത്. അത് നോക്കൂ, ആ ഒരു പെർസ്പെക്റ്റീവിൽ സികേഷ് VD സതീശൻ്റെ വാർത്താ സമ്മേളനങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. എല്ലാ വാർത്താ സമ്മേളനവും നമുക്കത് കാണാൻ പറ്റും. ഓക്കെ, ഓപ്പണിംഗ് റിമാർക്സിൽ അദ്ദേഹം പറയുന്ന ഇൻട്രഡക്ഷനൊക്കെ കൂളായിട്ട് പറയുന്നുണ്ടാവും. പക്ഷേ ഇത് കൈനോടി അത് മിസ്സായി പോകുന്നു, ഡിസ്റ്റേബ്ഡായിട്ട് സംസാരിക്കുന്നു. അത് അവരുടെ മീഡിയ മാനേജ്മെൻറ്റ് രീതിയാണത്, അതിൻ്റെ ഭാഗമാണത്. CPM മാനേജ് ചെയ്യുന്നതാണത്. ഇതേപോലെ പിണറായി വിജയൻ്റെ പത്രസമ്മേളനങ്ങൾ അങ്ങനെ തന്നെയാണ്. പിണറായി വിജയൻ്റെ വാർത്താ സമ്മേളന പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ മോണോലോഗ് ദീർഘസമയം ഉണ്ടാവും. ഈ ചോദ്യോത്തര സെഷൻ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ആദ്യം ഓപ്പണിംഗ് ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് വരുന്നത്? ആരാ ചോദിക്കുന്നത്? അത് ദേശാഭിമാനിയുടെയോ കൈരളിയുടെ ആളുകളാണ് ചോദിക്കുക. അതും എഗൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ ചോദ്യം വരുമ്പോൾ തന്നെ പിണറായി വിജയൻ ഒരു ചീട്ട് വലിക്കുന്നതാണ്. എന്തിനാണ് ചീട്ട് വലിക്കുന്നത്? അതിൽ പോയിൻ്റുകളുണ്ടാവും.
അതെങ്ങനെയാണ് ആ പോയിന്റുകളായിട്ട് വരാൻ പറ്റുന്നത്? പ്രത്യേകിച്ച് ആ കോവിഡ് സമയത്ത് വാർത്താ സമ്മേളനം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കണം കേട്ടോ എന്ന് നേരത്തെ സെറ്റ് ചെയ്യുന്നതാണ്. അപ്പം വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ സംസാരം കഴിഞ്ഞ ഉടനെ ഫസ്റ്റ് ചോദ്യം ഇത് വരുന്നു, ചീട്ട് വലിക്കുന്നു, കൃത്യമായ മറുപടി വരുന്നു. അത് കൃത്യമായല്ല, വിശദമായ മറുപടി പറയുന്നു. പിന്നെ ഒരു ചോദ്യത്തിനും അര ചോദ്യത്തിനൊക്കെ സമയമുണ്ടല്ലോ. ആ ചോദ്യം മിക്കവാറും കൈരളിക്കാരനോ ദേശാഭിമാനിക്കാരനൊക്കെ. അപ്പോൾ എന്ത് ചെയ്യണം, അത് ഫുൾ പാക്ക്ഡാണ്. ആ ടോട്ടൽ എപ്പിസോഡ് എന്ന് പറയുന്നത് ഫുൾ പാക്ക്ഡാണ്. അതങ്ങനെ AKG സെൻറ്ററിലെ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റ് മാനേജ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. പാളുന്നത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ മാനേജ്മെൻറ്റ് ഈ ഫ്രെയിമിന് പുറത്തേക്ക് പോകുമ്പോഴാണ്. അത് ഗോവിന്ദൻ മാഷ് അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിന് മാനേജ് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം എന്തൊക്കെയോ പറയും. അദ്ദേഹം പറയുന്നത് ഭയങ്കര സൈദ്ധാന്തിക വർത്തമാനമാണെന്ന് അദ്ദേഹം വിചാരിക്കുക. പക്ഷേ അത് എപ്പോഴും കൈവിട്ടു പോകും. അർത്ഥരഹിതമായ പരസ്പര ബന്ധമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കും. അതെന്തോ ഒരു ഭയങ്കര സംഭവമാണെന്ന് ആളുകൾ വിചാരിക്കുമെന്ന് അദ്ദേഹം ധരിക്കുന്നു. അതുകൊണ്ട് അവിടെ മീഡിയ മാനേജ്മെൻറ്റ് നടക്കുന്നില്ല. പിണറായി വിജയൻ്റെ അടുത്തും ഇന്നിപ്പോൾ സംഭവിച്ചത് എന്താണ്? അദ്ദേഹം ദീർഘനേരം സംസാരിക്കുന്നു. ഈ പറഞ്ഞ ഒരു കൈരളിയിൽ നിന്ന് ദേശാഭിമാനിലെ ചോദ്യങ്ങൾ വരുന്നു. ശരി എന്നാ നിർത്താം, അപ്പം ശരി എന്ന് പറയുന്നു. പക്ഷേ ഇന്ന് അതിൻ്റെ പുറത്തേക്ക് കടന്നു. ഒരു മാധ്യമ പ്രവർത്തകൻ ഇത് ശരിയല്ല കേട്ടോ, ഞങ്ങളും ഇവിടെ ഇരിപ്പുണ്ട്, ഈ ദേശാഭിമാനിക്കാരനെയും കൈരളിയുടെയും ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം പറയുന്നത് ശരിയല്ല എന്ന് പറയുന്നതോടെ സംഭവിക്കുന്നത് ഈ ടോട്ടൽ എപ്പിസോഡ് പൊളിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്കൊരു നേതാവിനെ എങ്ങനെ എന്താണ് ഒരു വിഷ്വൽ പ്രോഡക്റ്റ് എന്നുള്ള നിലയിൽ നേതാവിനെ എങ്ങനെ മാറ്റണം എന്നുള്ളത് അതാത് പാർട്ടികളുടെ മീഡിയ ഹൗസിൻ്റെ അവരുടെ ഒരു ടേക്കാണ്, അവരുടെ ഒരു തീരുമാനമാണ്. ആ നിലയ്ക്ക് പിണറായി വിജയനെ ഗംഭീരമായൊരു വിഷ്വൽ പ്രോഡക്റ്റാക്കി മാറ്റുന്നതിൽ CPMൻ്റെ മീഡിയ ഹൗസ് വിജയിച്ചിട്ടുണ്ട്, അവരുടെ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റ് വിജയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഇലക്ഷൻ തൊട്ട് മുന്നായിട്ട് കണ്ടിട്ടുള്ള കുറേ ഇൻ്റർവ്യൂസ്, പലരുമായിട്ട് യൂട്യൂബേഴ്സുമായിട്ട് എഡിറ്റേഴ്സുമായിട്ടൊക്കെ നടത്തിയ ഇൻ്റർവ്യൂസൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ ഒരു ഇമേജ് സൃഷ്ടിക്കുക, ഒരു നല്ലൊരു വിഷ്വൽ പ്രോഡക്റ്റാക്കി അദ്ദേഹത്തെ മാറ്റുന്നു. നമുക്ക് അതിൻ്റെ ഒരു ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ അതിലേറ്റവും ഗംഭീരമായി പെർഫോം ചെയ്ത ആളാരാന്ന് വെച്ചാൽ നരേന്ദ്രമോദിയാണ്. ഈ പറയുന്ന മീഡിയ ഹൗസ് എങ്ങനെയാണോ അതിനെ ഡിസൈൻ ചെയ്യുന്നത്, കൊറിയോഗ്രാഫ് ചെയ്യുന്നത്, അതിന് പാകത്തിൽ അദ്ദേഹം നിന്ന് കൊടുക്കുന്നുണ്ട്. അതിന് പാകത്തിൽ പെരുമാറാനുള്ളൊരു ശേഷി അദ്ദേഹത്തിനുണ്ട്. പിണറായി വിജയൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് കൊറിയോഗ്രാഫ് ചെയ്തതിനനുസരിച്ച് ആ സമയത്ത് നിന്ന് കൊടുക്കാനേ അദ്ദേഹത്തിന് പറ്റുള്ളൂ. അതിൻ്റെ ആ ഡയറക്ടോറിയൽ കൺട്രോൾ പോകുമ്പോണ്ടല്ലോ അദ്ദേഹം സാക്ഷാൽ പിണറായി വിജയനായി മാറും. അപ്പോൾ കൈവിട്ട് പോകും, പലതും പറയും. അത് ഈ പത്രസമ്മേളനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ഡാമേജ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളുണ്ട്. ഇന്നലെ കോഴിക്കോട് ചീത്ത പറഞ്ഞു, ചോദ്യം ചോദിച്ചവനെ ചീത്ത പറഞ്ഞു. എന്താണ്, നാവിൽ എല്ലില്ലാതെ സംസാരിക്കരുത് കേട്ടോ എന്നൊക്കെയാണ് പറഞ്ഞത്. അതിങ്ങനെ പോവാണ്. അതിൻ്റെ ഒരു ഘട്ടത്തിൽ എല്ലാ സമയത്തും അദ്ദേഹത്തിന് മേലെ ഈ ഡയറക്ടോറിയൽ കൺട്രോൾ വെക്കാൻ പറ്റില്ല. ഇന്ന് അങ്ങനെ പിടിവിട്ടു. അപ്പോൾ ഇപ്പം മീഡിയ ഡിപ്പാർട്ട്മെൻറ്റ് ചുമതല എന്ന് വെച്ചാൽ ഒന്നുകിൽ പത്രസമ്മേളനം ചുരുക്കണം, അല്ലെങ്കിൽ കൈവിട്ട് പോകുന്നുണ്ട് കേട്ടോ, നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്നൊരു മെസ്സേജ് പിണറായി വിജയൻ കൊടുത്തിരിക്കുകയാണ് അവർക്ക്. ജിമ്മി, നമ്മൾ ഈ അടുത്തായിട്ട് പിണറായി വിജയൻ്റെ നിരവധി അഭിമുഖങ്ങൾ കണ്ട് എല്ലാവരും ഈ സമീപകാലത്തുണ്ടായ രാഷ്ട്രീയ വിവാദങ്ങളടക്കം എല്ലാവരും അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കുന്ന നിലയും ഉണ്ടായി, വിവിധ മാധ്യമങ്ങളിലായിട്ട് വന്ന ആ സമയത്താണ് ഇത്തരത്തിലൊരു വിവാദം. അവിടെ ബാക്കിയുള്ളവർക്ക് ചോദിക്കാൻ കിട്ടില്ല. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന രണ്ട് തരത്തിലുള്ള അറ്റാക്കുണ്ട്. ഒന്ന്, ആ ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകനെ, അതിൽ പിണറായി തന്നെ പറയുന്നുണ്ട് ചിലർക്ക് ചില ഉദ്ദേശങ്ങളുണ്ടെന്നും പറഞ്ഞിട്ട് അയാളുടെ രാഷ്ട്രീയത്തെ വെച്ചിട്ട് ആക്ഷേപിക്കുന്ന അവസ്ഥ. രണ്ട്, ഇതിൻ്റെ അകത്ത് പിണറായി വിജയൻ ഇത്തരം ചോദ്യങ്ങൾ അഭിമുഖീകരിക്കാൻ പേടിയാണെന്നുള്ളത് നമ്മൾ കണ്ടു. സമീപകാലത്ത് ധാരാളം മാധ്യമങ്ങൾക്ക് അഭിമുഖം കൊടുക്കുകയും ഒരുവിധപ്പെട്ട വിവാദത്തിലുള്ള എല്ലാ ചോദ്യങ്ങളെ നേരിടുകയും കൂടിയിട്ട് ചെയ്തേ. ഈ രണ്ടിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ പത്രസമ്മേളനങ്ങൾ വേറൊരു തരം ലോകമാണ്. അത് ഭയങ്കര ഹോസ്റ്റൈലാവാം, വളരെ സൗഹാർദ്ദപരമാവാം. ആ സമയത്തെ മൂഡനുസരിച്ച് ചിലപ്പം വളരെ സ്മൂത്തായിട്ട് പോകുന്ന പത്രസമ്മേളനം പെട്ടെന്ന് ഹീറ്റഡപ്പ് ആവും. അങ്ങനെ പല രീതിയുണ്ട്. ഓരോരുത്തർക്കും ഈ പത്രസമ്മേളനങ്ങളെ അഭിമുഖീകരിക്കുന്നതിൽ ഒരു സ്റ്റൈലുമുണ്ട്. ഇപ്പോൾ ഉമ്മൻചാണ്ടി ഞാൻ കണ്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടിക്ക് ഭയങ്കര കുരുക്കം നിങ്ങൾ ചോദിച്ചാൽ എന്ന് ചോദിക്കും. ചെവി കേൾക്കാനുണ്ടല്ല, സമയമെടുക്കുകയാണ്. ഉമ്മൻചാണ്ടി ഇത് ആലോചിക്കുകയാണ്. പ്രോസസ് അത് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇതിന് ഉത്തരം പറയും. ഇത് ഉമ്മൻചാണ്ടിയുടെ ഭയങ്കര ക്ലാസിക് സ്ട്രാറ്റജിയാണ്. പക്ഷേ ഉമ്മൻചാണ്ടിയെ നിങ്ങൾക്ക് പ്രകോപിപ്പിക്കാൻ പറ്റില്ല. ഒരു 99% സമയത്തും ഉമ്മൻചാണ്ടിയെ വാർത്താ സമ്മേളനത്തിൽ 1 to 1 പറ്റുമായിരിക്കും. കാരണം ഡയറക്റ്റ് നിന്ന് അടിക്കുകയാണ്, വേണേൽ ചെയ്യാം. പക്ഷേ പത്രസമ്മേളനം നിങ്ങൾക്ക് അയാളെ പ്രകോപിപ്പിക്കാൻ പറ്റില്ല. ഒരു സമയത്ത് ഒരു വാർത്താ സമ്മേളനത്തിൽ വളരെ ശക്തമായിട്ടുള്ള ചോദ്യോത്തരം കഴിഞ്ഞിട്ട് അത് വി എസ് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പഴയ കൊച്ചിയിലെ
സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് പുതിയ കരാർ VS കൊണ്ടിരുന്നു. അപ്പോൾ കൻ്റോൺമെൻറ്റ് ഹൗസിൽ ഭയങ്കര ശക്തമായിട്ടൊക്കെ ഞങ്ങളൊക്കെ ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. പത്രസമ്മേളനം കഴിഞ്ഞു ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഒരാൾ എന്നെ ഇങ്ങനെ പുറകിൽ നിന്ന് തോണ്ടി വിളിച്ചു. ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിക്ക് ഇനി പറഞ്ഞത് അതെ അതെന്താണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി വീണ്ടും എന്നോട് സംസാരിക്കുകയാണ്. അത് വീണ്ടും ഒരു പത്രസമ്മേളനമായി മാറി ഏറെക്കുറെ. അത് പുള്ളിക്കത് പ്രശ്നമല്ല. പുള്ളി അങ്ങനെ ഒരു മനുഷ്യനാണ്. പിണറായി വിജയൻ അങ്ങനെയല്ല. VS അച്യുതാനന്ദൻ അങ്ങനെയല്ല. VS അച്യുതാനന്ദൻ നമ്മളീ പറയുന്ന മഹാനായ ലീഡറാണെങ്കിലും പത്രസമ്മേളനത്തിൽ ഹി വാസ് സോ റുത്ത്ലെസ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവ് സമയത്തൊക്കെ വളരെ ഷാർപ്പായിട്ട് സംസാരിക്കും. അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തതൊക്കെ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവോയ്ഡും ചെയ്യും, ലുക്ക് ത്രൂ ചെയ്യും. നിങ്ങളുണ്ടെന്നുള്ളത് അദ്ദേഹം ശ്രദ്ധിക്കുകയില്ല. നിങ്ങളപ്പുറം ഇങ്ങനെ നോക്കും, നിങ്ങളെ മൈൻഡ് ചെയ്യില്ല. ഇതൊക്കെ സ്ഥിരമായി സംഭവിക്കുന്നതാണ്. പിണറായി വിജയൻ്റെ എല്ലാ വാർത്താ സമ്മേളനങ്ങളും അങ്ങനെ ഓർക്കസ്ട്രേറ്റഡ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള വാർത്താ സമ്മേളനങ്ങളുണ്ട്. അതിന് അദ്ദേഹം ചെയ്യുന്നൊരു സ്ട്രാറ്റജി. ഇപ്പോൾ തന്നെ നരേന്ദ്രമോദി ഒരു വാർത്താ സമ്മേളനം നടത്തുന്നില്ല, പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തുന്നില്ല. ഇതാണ് ജോൺ ബ്രിട്ടാസ് ചോദിച്ച മെനഞ്ഞാന്ന് കൊല്ലത്ത് വെച്ച് തന്നെയാണ് ചോദിച്ചത്. അതിൻ്റെ ഒരു പ്രശ്നമുള്ളത് ജോൺ ബ്രിട്ടാസ് അറിയാൻ, ഇത് പത്രസമ്മേളനം 1 മണിക്കൂറാണെങ്കിൽ 45 മിനിറ്റ് സംസാരിച്ച ശേഷം പിന്നീടുള്ള 15 മിനിറ്റിൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന രീതിയിൽ ചോദ്യങ്ങൾ വരികയാണ്. അതിനകത്തുനിന്ന് പിണറായി വിജയൻ പിക്ക് ആൻഡ് ചൂസ് ചെയ്യും. ഇപ്പോൾ ഇന്ന് 3 ചോദ്യങ്ങളാണ് പിണറായി വിജയൻ മറുപടി പറഞ്ഞത്. ഞാനൊന്ന് വായിക്കാം. ആദ്യത്തെ ചോദ്യം തരുന്നത് കൈരളിയിൽ നിന്നാണ്. പ്രതിപക്ഷ നേതാവ് സംവാദത്തിന് വെല്ലുവിളിച്ചതിനെക്കുറിച്ച് ആർക്കും പരാതിയില്ല, എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയതാണ്. ഇദ്ദേഹം ചോദിച്ചു. രണ്ടാമത്തെ ചോദ്യം അത് ദേശാഭിമാനിയിൽ നിന്നാണ്. മുണ്ടക്കൈ വീട് ഉദ്ഘാടന സമയത്ത് നൈസമോൾ മുഖ്യമന്ത്രിയുടെ ഒപ്പം ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി ദുരന്ത സമയത്ത് വന്നപ്പോഴും അതേ കുട്ടിയുമായിരുന്നു ഫോട്ടോ എടുത്തത്. പ്രതിപക്ഷ നേതാവും ചേർത്ത് പിടിച്ചത് അതേ കുട്ടിയെ. പല വാഗ്ദാനങ്ങൾ ഇവർ നൽകി, പക്ഷേ ഒന്നും നടന്നില്ല. ചോദ്യമാണ് കേട്ടോ. LDF വാക്കുപാലിച്ചു. ചോദ്യമാണ്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ LDF നൽകുന്ന ഗ്യാരണ്ടിയും UDF നൽകുന്ന ഗ്യാരണ്ടിയും തമ്മിലുള്ള വ്യത്യാസം. ഭയങ്കര ചോദ്യമാണ്. ദേശാഭിമാനി. അടുത്തത് മൂന്നാമത്തതും ചോദ്യമാണ് കൈരളി. പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് താനും കുഞ്ഞാലിക്കുട്ടിയും ചേർന്ന് വീടിന് വേണ്ട സ്ഥലം കൈമാറണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു എന്നാണ്. പക്ഷേ നൽകിയില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടായോ? അതും CPM ഹാൻഡിലുകളിൽ നിന്ന് വരുന്ന സംഭവം കറക്റ്റാണ്. ഈ 3 ചോദ്യങ്ങൾ, അതായത് ആദ്യം കൈരളി ചോദിച്ചു, രണ്ടാമത് ദേശാഭിമാനിയിൽ നിന്ന് വന്നു, വീണ്ടും കൈരളിയിൽ നിന്ന് ചോദിച്ചു. അപ്പോൾ ശരി എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഒരു മാധ്യമപ്രവർത്തകൻ പ്രകോപിതനെ, മാധ്യമപ്രവർത്തകൻ്റെ രാഷ്ട്രീയമാണല്ലോ ഇപ്പോൾ ആൾ തിരച്ചുകൊണ്ട്, ഇനി ഏത് മാധ്യമമാണെന്ന് പറയാം, പൂർവ്വകാലമാണല്ലോ പറയുന്നത്. ഇത് റിപ്പോർട്ടർ TVയുടെ ഒരു മാധ്യമപ്രവർത്തനമാണ് ചോദിച്ചത്. അപ്പോൾ പ്രശ്നം തീരുമോ? റിപ്പോർട്ടർ TV ഇവരുടെ വളരെ അടുത്താണെന്നാണല്ലോ ആരോപണം. അപ്പോൾ പ്രശ്നം തീരുമോ? അതല്ല പ്രശ്നം. ബാക്കിയുള്ളവരുടെ കൺട്രോൾ പോയി. നമ്മൾ കാരണം മൂന്നാമത്തെ ചോദ്യത്തിനൊക്കെ ആളുകൾ ഒരുപാട് ചോദ്യങ്ങൾ വായുവിൽ ബഹളം വയ്ക്കുന്നുണ്ട്. പിണറായി ക്യാൻ പിക്ക് ആൻഡ് ചൂസ് ഒരുപാട് പേര് ചോദിക്കുമ്പോൾ. പിന്നെ 2 കൈരളിയും ദേശാഭിമാനിയും പോലെ മാധ്യമപ്രവർത്തനം നല്ല വൃത്തിയായി ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അവർക്ക് കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കാനും നല്ല ശക്തമായി ചോദിക്കാനാകുമ്പോഴത്തേക്ക് അതിന് കുറച്ചുകൂടി അപ്പർ ഹാൻഡും കിട്ടും. അതിനകത്ത് മുഖ്യമന്ത്രി ചൂസ് ചെയ്തതാണ്. ആ സൗകര്യം മുഖ്യമന്ത്രിക്ക് കിട്ടുന്നത് ഇങ്ങനെ 2 മാധ്യമ സംവിധാനങ്ങൾ അവരുടെ കൂടെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത് ഫുൾ മാനേജ്ഡ് ആണെന്ന് വെച്ചാൽ ഫുൾ മാനേജ്ഡ് ആണ് എന്ന് ഞാൻ പറയില്ല. പക്ഷേ മാനേജ്ഡ് ആവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയിട്ടാണ് പത്രസമ്മേളനത്തിന് വരിക. പ്രത്യേകിച്ച് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൻ്റെ പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ 2 ദിവസവും മുഖ്യമന്ത്രി വളരെ പ്രകോപിതനായി കയ്യിൽ നിന്ന് പോയ ഒരു സാഹചര്യത്തിൽ ഇന്ന് എത്ര പേരാണ് വന്നറിയോ? 5 പേരാണ് വന്നത്. ഒരു വാർത്താ സമ്മേളനത്തിൽ 2 മാധ്യമങ്ങളിൽ നിന്ന് 5 പേർ. ഞാൻ മനസ്സിലാക്കുന്ന ദേശാഭിമാനിയിൽ നിന്ന് 3 പേരും കൈരളിയിൽ നിന്ന് 2 പേരും. അവിചാരിതമായിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ തിരിച്ച് വിശ്വസിക്കാനാണ് തെളിവുകൾ കൂടുതൽ. അവരുടെ ചോദ്യങ്ങൾ തന്നെ എങ്ങനെയാണ് കൃത്യമായി മുഖ്യമന്ത്രി ചൂസ് ചെയ്യുക? മുഖ്യമന്ത്രിക്ക് ഈ ആളുകളെ ഒന്നും അറിയണമെന്നില്ലല്ലോ. മുഖ്യമന്ത്രി അങ്ങനെ സ്റ്റേജ് മാനേജ് ചെയ്തല്ല. പക്ഷേ അനുകൂലമായ ചോദ്യങ്ങൾ കിട്ടിയാൽ അതല്ലേ പിക്ക് ചെയ്യൂ. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ വേറൊരു സ്റ്റൈലുണ്ട്. രമേശ് ചെന്നിത്തല വളരെ ടഫായിട്ട് ചോദിച്ചാൽ അടുത്ത ചോദിക്കുമ്പോൾ രമേശ് ചെന്നിത്തല തല കേട്ടോ, നിങ്ങൾ ചെയ്തത് ശരിയല്ലല്ലോ, അടുത്താൾ. ഇതാണ് രമേശ് ചെന്നിത്തലയുടെ സ്റ്റൈൽ. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഈ സാധനങ്ങളെ ഡീൽ ചെയ്യാനൊക്കെ അറിയാം. പക്ഷേ പ്രശ്നം ഇതെന്നിട്ട് ഇത് ഭയങ്കര സംഭവമാണെന്ന് പറയരുത്, ഇത് നിഷ്പക്ഷമാണെന്ന് പറയരുത്. ഞാൻ 1 മണിക്കൂർ സംസാരിക്കും, ആദ്യത്തെ 40 മിനിറ്റ് ഞാൻ സംസാരിക്കും. അതിനുശേഷം എനിക്കിഷ്ടപ്പെട്ട ചോദ്യങ്ങൾ അദ്ദേഹം പിക്ക് ചെയ്യുന്നുള്ളതാണ് ഇന്നത്തെ പ്രശ്നം. അത് ആ മാധ്യമപ്രവർത്തനം ഉന്നയിച്ച ചോദ്യം വളരെ ജെനുവിനാണ്. ഇത് മാത്രമല്ല, നേരത്തെ ദാവൂദ് പറഞ്ഞ പോലെ ചില സമയത്ത് ഇപ്പോൾ എനിക്ക് കൃത്യമായി അറിയാം, നമ്മുടെ ചില സുഹൃത്തുക്കളായ മാധ്യമപ്രവർത്തകരോടാണ്, ദേശാഭിമാനി കൈരളി അല്ല, ഇന്ന ചോദ്യം ചോദിക്കണമെന്ന് അവർക്ക് വേണ്ടപ്പെട്ട ആളോട് ചോദിച്ചിട്ട് ആ ചോദ്യം വരികയും ആ ചോദ്യം വരുമ്പോഴാണ് മുഖ്യമന്ത്രി സ്ലിപ്പ് എടുത്തിട്ട് അത് എന്നതിൻ്റെ വിശദമായി പറയും. ഇത് സ്റ്റേജ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ്. പ്രശ്നം മുഖ്യമന്ത്രി അങ്ങനെ 1 മണിക്കൂർ സമയം ഫിക്സ് ചെയ്യുന്നത് തന്നെ അതിനകത്തൊരു ശരികേടുണ്ട്. ഒരു 6-7 ചോദ്യങ്ങളെങ്കിലും എടുക്കണ്ടേ ഒരു വാർത്താ സമ്മേളനത്തിൽ? അതല്ലെങ്കിൽ ഇതൊരു മോണോലോഗിന് ഏതാണ്ട് തുല്യമായ രീതിയിലാണ്. ഞാൻ വീണ്ടും പറഞ്ഞു, സ്റ്റേജ് മാനേജറാണോ? അല്ല. പക്ഷേ സ്റ്റേജ് മാനേജ്മെൻറ്റുള്ള എല്ലാ സാഹചര്യങ്ങളും അതിൻ്റെ പശ്ചാത്തലവും ഒരുക്കി കൊടുക്കുന്നുണ്ട്. 1, വളരെ ചുരുക്കം സമയം ചോദ്യങ്ങൾക്ക് ചിലവഴിക്കുന്നതിലൂടെ. 2, ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനകത്ത് വേണ്ടപ്പെട്ടത് മാത്രം ചൂസ് ചെയ്യുന്നതിലൂടെ. ഇനി VD സതീശൻ്റെ കാര്യം പറയാം.
വി ഡി സതീശൻ്റെ പ്രശ്നം കൈരളിക്കാരനും ദേശാഭിമാനിക്കാരനും വി ഡി സതീശന് ജയപാടാനല്ല പോകുന്നത്. ഈ രണ്ടുപേരെന്നല്ല ഏത് മാധ്യമ പ്രവർത്തകനും ടഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണ് പോകുന്നത്. അതിൽ വി ഡി സതീശൻ പ്രകോപിതനാകുന്നുണ്ട്. പിണറായി വിജയൻ പ്രകോപിതനാകുന്ന അത്രയും വിസിബിൾ അല്ലെങ്കിലും അദ്ദേഹം അപ്സെറ്റ് ആവാറുണ്ട്, ഡിസ്റ്റർബ്ഡ് ആവും. അതെന്തിനാണ്? എന്ത് ചോദ്യവും വരട്ടെ, അതല്ലേ ഒരു പൊളിറ്റീഷ്യൻ്റെ ഉമ്മൻചാണ്ടിയെ ഓർക്കാണ്. സീസൺഡ് പൊളിറ്റീഷ്യൻ ആകുമ്പോൾ അതെന്തിനാണ് ഡിസ്റ്റർബ്ഡ് ആവുന്നത്? അതങ്ങ് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറയുന്നതും താൻ കൈരളിയല്ലേ, തൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായെന്ന് പറയുന്നതും രണ്ടും ഒരുപോലെയാണ്. പണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള യാത്ര നടത്തുമ്പോൾ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഏത് ചാനലാണെന്ന് ചോദിക്കും, എന്നിട്ട് എനിക്ക് മനസ്സിലായി. ഗോവിന്ദമാഷ് തുടങ്ങിയിട്ടുണ്ട്. ഇതും ആളെ കളിയാക്കുന്ന പരിപാടിയാണ്. ആളാരാണ് എന്താണെന്ന് പറയുന്നതിനേക്കാൾ ആ ചോദ്യം ഉത്തരം പറഞ്ഞ ശേഷം നിങ്ങൾക്കൊരു താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. പക്ഷേ ആദ്യമേ കളിയാക്കുക, അത് കേൾക്കുമ്പോൾ ബാക്കിയുള്ള പത്രക്കാരുടെ കൂടെ ഒരു കോറസ് ആയിട്ട് നിന്ന് ചിരിക്കുക, ഇത് ഒരു വാർത്താ സമ്മേളനത്തിൻ്റെ ട്രൂ സ്പിരിറ്റിനെതിരാണ്. അത് ഇടതുപക്ഷം ചെയ്താലും UDF ചെയ്താലും BJP ചെയ്താലും പ്രശ്നം തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖരനോടാണ് മുമ്പ് 2 മാസം മുമ്പ് വളരെ ശക്തമായ അദ്ദേഹത്തിന് ഒരു സ്കാം വന്ന് അവസാനം റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മറുപടി ഇല്ല. എന്താ? പറയാൻ സൗകര്യമില്ല. എന്താ? അപ്പോൾ ഒരു പെരുമാറ്റച്ചട്ടം വാർത്താ സമ്മേളനം നടത്തുന്നവർ കൊണ്ടുവന്നാൽ പാലിച്ചാൽ വളരെ നല്ലതാണ്. ഇതിൽ ഈ മുമ്പ് പിണറായി വിജയൻ കേരള യാത്ര നടത്തിയല്ലോ, 2 കേരള യാത്ര നടത്തി. നവകേരള യാത്ര, അതിന് മുമ്പ് വേറെന്തോ ഒരു കേരള യാത്ര. ആ സമയത്ത് ഞാനൊന്ന് കോഴിക്കോട് മാധ്യമത്തിൽ വർക്ക് ചെയ്യാം. അപ്പോൾ പിന്നെ ഈ പത്രസമ്മേളനങ്ങൾ, ഈ പറഞ്ഞ സംഭവം കോഴിക്കോട് എത്തുന്നത് വരെ ഇത് തന്നെയായിരുന്നു പരിപാടി. ഏതാ പത്രം എന്ന് ചോദിക്കുക, ചിരിക്കുക, ആ ഒരു പരിഹാസവും ഇതായിട്ട് ഇങ്ങനെ പോവുകയാണ് എല്ലാ ദിവസവും. പക്ഷെ അത് കോഴിക്കോട് കഴിഞ്ഞ് തിരൂരാണ് പിന്നെ അടുത്ത ദിവസം. തിരൂരിൽ നിന്ന് കൊല്ലത്തുണ്ടായ അതേ സമ്മേളനം അന്ന് തിരൂരുണ്ടായിട്ടുണ്ട്. അവിടെ പത്രക്കാരെല്ലാം ചേർന്നിട്ട് ശക്തമായി തിരിച്ചാക്രമിക്കാൻ തുടങ്ങി. കൈവിട്ടുപോയി സമ്പൂർണ്ണമായി എന്നിട്ട് അതിനുശേഷം തിരൂർ മുതൽ അങ്ങോട്ട് പിന്നെ ഈ പ്രശ്നമൊന്നും ഇല്ലാണ്ടായി. ഇതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ദേശാഭിമാനിക്കാരനും കൈരളിക്കാരനും ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിച്ച് പത്രസമ്മേളനം, പിണറായി വിജയൻ്റെ പത്രസമ്മേളനത്തിൽ വളരെ പോസിറ്റീവ് ക്വസ്റ്റ്യൻസും PD സതീശൻ്റെ ഇതിൽ ഹോസ്റ്റൽ ക്വസ്റ്റ്യൻ ചോദിച്ച് അവർ ചെയ്യുന്നു പറയുമ്പോഴും അപ്പുറത്ത് ജയ്ഹിന്ദ് TVയും വീക്ഷണം പത്രവും ചന്ദ്രിക പത്രമൊക്കെ ഉണ്ട്, അവർക്കും ലേഖകന്മാരുണ്ട്. ഏതെങ്കിലും നിലക്കുള്ള മീഡിയ മാനേജ്മെൻറ്റ് ടാക്ടിക് അവർക്കുണ്ടെങ്കിൽ അവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ ഇതൊക്കെ. യെസ്, പിണറായി വിജയനാകട്ടെ, VD സതീശനാകട്ടെ, രാജീവ് ചന്ദ്രശേഖരാകട്ടെ, ചോദ്യങ്ങൾ നേരിടാൻ തയ്യാറാകണം. അല്ലാതെ തങ്ങൾക്ക് വേണ്ടപ്പെട്ട, തങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി പറയുകയും പിന്നീട് ഒഴിഞ്ഞു പോവുകയല്ല വേണ്ടത്.